ഹലോ, ഇന്ന് നമ്മുടെ തനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളതൊക്കെ മറന്നുപോയി എന്നാണ്. ഒരുപാട് തവണ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങളത് ഓർക്കാത്ത പോലെ അഭിനയിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സ് നിന്നാണ് കേക്ക് വാങ്ങുന്നത്. ഇവിടെ ഞങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സിലെത്തി. അപ്പോൾ അവിടെ നിന്നൊരു കേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അവളുടെ പേരൊക്കെ എഴുതാൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കേക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഡ്രസ്സ് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ പോകുകയാണ്. അപ്പം ഈ ഒരു കുക്കിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ, മിഠായിക്ക് പകരം കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട്. ഇന്ന് നവരാത്രിയുടെ പ്രോഗ്രാം അമ്പലത്തിലുള്ളത് കാരണം ആൾ ഡാൻസ് ക്ലാസ്സിലാണ്. നമ്മൾ കേക്കായിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആൾ അവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലെന്നൊന്നും അറിയില്ല. ഞങ്ങളവിടെ ആക്കിയിട്ട് പോകുന്നതാണ് കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ്. ഡാൻസ് ക്ലാസ് എത്തി. നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറണം കേട്ടോ. മേക്കപ്പ് തുടങ്ങിയിട്ടത് ആളെ സാറ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് ഭയങ്കര ഹാപ്പിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനുശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മറന്നു പോയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങൾ മറന്നെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് കേക്കൊക്കെ കട്ട് ചെയ്ത് ആൾ വളരെ ഹാപ്പിയാണ്. ഡ്രസ്സൊന്നും മാറാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ മേക്കപ്പ് ഇട്ട് തുടങ്ങിയത് കാരണം നമുക്ക് ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അവിടെ ആൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം അച്ഛനും പിന്നെ എനിക്കും അതുപോലെ തന്നെ സാറിനും പിന്നെ അവളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. ഫ്രണ്ട്സാണെങ്കിലും അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാരും ഇതുവരെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും കുറേ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഒരു ബോക്സിലേക്ക് ആക്കി സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആൾ ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു. അതും ഒരു വെറൈറ്റി ഡ്രസ്സിൽ പകുതി മേക്കപ്പൊക്കെ ചെയ്ത്. അത് എൻ്റെ മോൾക്കൊരു ഭാഗ്യം കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഒരു നവരാത്രി പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം മോൾക്ക് കിട്ടിയതിൽ ദൈവത്തെ നന്ദി പറയുന്നു. അപ്പോൾ ഈ വർഷത്തെ അവളുടെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളും അവളും ഹാപ്പി ആയില്ലേ. ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റാണത്. അവരുടെ ഫോട്ടോയെ പൊട്ടിച്ച് ബോക്സിലാക്കി. ഉള്ളിൽ അവളുടെ ഫോട്ടോയും ഒരു ലെറ്ററും കുറേ കീ ചെയിൻ